ഒരുപാട് സീൻസിൽ എൻ്റെ തൊട്ടടുത്തിരുന്ന ഓഡിയൻസിനെയൊക്കെ ഞാൻ നോക്കി, അവരുടെ കണ്ണ് നിറയുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട്. എനിക്കും ഇമോഷണലി നല്ല രീതിയിൽ ഫീൽ ആയിട്ടുള്ള സീൻസ് ഈ സിനിമയിൽ ഒരുപാടുണ്ട്, ഒരുപാട് ചിരിച്ച സീനുകളുണ്ട്. സോ പടം വർക്കായിട്ടുണ്ട്. നിങ്ങൾക്കും വർക്കാവും തിയേറ്ററിൽ പോയി കണ്ട. അല്ലെങ്കിൽ ചിലവന്മാരുടെ റിവ്യൂ കേട്ടിട്ട് ബുദ്ധിജീവി റിവ്യൂ ഈ പടത്തിന് ചെയ്യാൻ പറ്റിയല്ലേ. ഇത് ഒരു കോടീശ്വരൻ്റെ കഥയായിട്ടോ അല്ലെങ്കിൽ ഒരു കോടീശ്വരൻ്റെ മെഗാ സീരിയലായിട്ടോ അല്ലെങ്കിൽ കോടീശ്വരന്മാരുടെ മെഗാ സീരിയലായിട്ടോ ആ രീതിയിലൊക്കെ ഇതിനെ ചിത്രീകരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും ചിത്രീകരിച്ച് അങ്ങനെയൊന്നും ആ ഒരു മൈൻഡ് സെറ്റ് കാണേണ്ട ഒരു സിനിമയല്ല ഇത്. നമുക്കൊരു 3 മണിക്കൂർ പോയിരുന്ന് നമ്മൾ കൊടുക്കുന്ന കാശ് തിയേറ്ററിൽ ഇരുന്ന് എൻ്റർടൈൻ ചെയ്യുക, മുതലാക്കുക, അങ്ങനെ ഒരു പരിപാടി ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഏതൊരു ഓഡിയൻസിനും കിട്ടും. അവിടെ തമിഴ്നാട്ടിൽ പല സിനിമകളും തമിഴന്മാർ കൈവിട്ട നല്ല ഡീസൻറ്റ് സിനിമകൾ ഇവിടെ നമ്മൾ മലയാളി ഓഡിയൻസ് പൊക്കിയെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബ്ലാസ്റ്റ്, DC, ഈ അടുത്ത് വന്നതിൽ ഉദാഹരണമായിട്ടുള്ള 2 സിനിമകളാണ്. അങ്ങനെ വിശ്വനാഥ് ആൻഡ് സൺസ് തമിഴന്മാരും തെലുങ്കന്മാരും കൈവിടത്തില്ല. പക്ഷെ മലയാളികൾ കംപ്ലീറ്റ്ലി ചിലപ്പോൾ കൈവിട്ടെന്നിരിക്കും. പക്ഷേ കൈവിടരുത്, തിയേറ്ററിൽ പോയി കാണുക. നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് ഈ സിനിമ തരും. അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാൻ നീ ആരാണല്ലേ. സത്യമായിട്ടും ഞാൻ ഗ്യാരണ്ടി. ഇപ്പം ബുക്ക് മൈ ഷോയിൽ ഹവർലി പ്രീ സെയിൽസ് 25,000 കൂടുതൽ ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. തല അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി, പുള്ളിയുടെ കരിയർ ബെസ്റ്റിനെ പോലും സൂര്യ ഈ ഒരു ഫാമിലി സീരിയൽ പടം എന്ന് ആളുകൾ ഇനി കമ്പയർ ചെയ്യാൻ പോകുന്ന ഈ പടം വെച്ച് തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യ ഈസ് ബാക്ക് ഓൺ ട്രാക്ക് ആഫ്റ്റർ കറുപ്പ് നമുക്കറിയാം, പുള്ളിയുടെ വളരെ കാലത്തിന് ശേഷം ഫാൻസിന് തിയേറ്ററിക്കലി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. എസ്പെഷ്യലി അതിനകത്ത് ഒരുപാട് തിയേറ്ററിക്കൽ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആ കറുപ്പിനേക്കാളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂര്യനെ, ഞാൻ അൾട്രാ പ്രോമാക്സ് വിജയ് ഫാനാണ്, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സൂര്യനെ എനിക്ക് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ പറ്റി.